പാർട്ടിയുടെ പോരാട്ടമായി പാർട്ടി അത് തീരുമാനിച്ചത് PV അൻവർ ഇങ്ങനെ വേവർ ചെയ്ത ഘട്ടത്തിലാണ്. PV അൻവർ ഇങ്ങനെ മത്സരത്തിലേക്ക് വരുന്നു. PV അൻവർ UDFന് പിന്തുണ നൽകുകയില്ല എന്നുള്ള ഒരു സൂചന വരുന്നു. ആ ഘട്ടത്തിലാണ് സ്വരാജ് എന്ന പേരിലേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ സ്വരാജ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല ഏൽപ്പിച്ചിരുന്ന നേതാവാണ്. അങ്ങനെയാണ് അദ്ദേഹം നിലമ്പൂരിൽ തുടരുന്നുണ്ടായിരുന്നത്. അങ്ങനെ എത്തിയ നേതാവിലേക്ക് തന്നെ സ്ഥാനാർത്ഥി പാർട്ടിയിൽ നിന്ന് തന്നെ വരട്ടെ എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്താനുള്ള കാരണം ഇതാണ്. മാത്രമല്ല നിരന്തരം തോൽക്കുന്ന സ്ഥലങ്ങളിൽ സ്വതന്ത്രരെ പരീക്ഷിക്കുന്നു എന്നൊരു വിമർശനം കൂടിയുണ്ടല്ലോ. ആ വിമർശനം ഇനി ഒഴിവാക്കാം. ഇത് മത്സരിക്കാനുള്ള അല്ലെങ്കിൽ ജയിക്കാനുള്ള പോരാട്ടമാണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം കൂടി CPM-നുണ്ട്. അതുകൊണ്ടാണ് സ്വരാജിനെ നിശ്ചയിച്ചത്. അതുകൊണ്ടാണ് സ്വരാജ് പോലും നേരത്തെ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്, ഞാനില്ല എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വരാജ് ഇപ്പോൾ പറയുന്നു പാർട്ടി പല കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് തന്നെ നിശ്ചയിച്ചത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോരാട്ടത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നല്ല രൂപത്തിലുള്ള പോരാട്ടം എന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അതിൽ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നു. അത് കൃത്യമായും അപ്പുറത്ത് ആര്യടൻ ഷൗക്കത്ത്, ഇവിടെ സ്വരാജ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും നല്ല വായനക്കാരാണ്. സാംസ്കാരികമായ പ്രവർത്തനം, നല്ല അവഗാഹമുള്ള വിഷയങ്ങളിൽ നല്ല അവഗാഹമുള്ളവരാണ്. നല്ല രാഷ്ട്രീയ നിലപാടുകളുള്ളവരാണ്. സ്വരാജിലേക്ക് വരുമ്പോൾ സ്വരാജ് നല്ല പ്രാസംഗികനാണ്. സ്വരാജിനെ അവിടെ നിർത്തിയതോടുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അവിടെ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് പ്രധാനമാണ്. മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയാലേ കിട്ടുകയുള്ളൂ എന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വരാജ് മുസ്ലിം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന നിലപാടുകൾ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് പാർട്ടി കരുതുകയാണ്. പ്രത്യേകിച്ച് പലസ്തീൻ വിഷയത്തിലെടുത്ത നിലപാട്. പലസ്തീൻ ഇപ്പോൾ ഈ തീവ്ര മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ അപ്പുറത്ത് ആര്യടൻ ഷൗക്കത്തിന് കിട്ടില്ല എന്ന് പറയുമ്പോൾ പലസ്തീൻ വിഷയത്തിലെടുത്ത നിലപാട് പ്രധാനമാണ്. ഹമാസ് എന്ന സംഘടന ഒരു തീവ്രവാദ സംഘടനയല്ല, ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് അവർ നടത്തുന്നതെന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത CPM നേതാവാണ് M സ്വരാജ്. അതോടൊപ്പം തന്നെ വാര്യംകുന്നത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട്. അതൊക്കെ മുസ്ലിം ന്യൂനപക്ഷത്തിന് വലിയ സ്വീകാര്യത, അവർക്കിടയിൽ വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് നേടിക്കൊടുത്ത വിഷയമാണ്. അതൊക്കെ തന്നെയും നിലമ്പൂരിൽ പ്രതിഫലിക്കും. അങ്ങനെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഒരു വലിയ വോട്ട് ആ നിലയ്ക്ക് കൂടി, അതായത് പാർട്ടി വോട്ട് കൊണ്ട് മാത്രം ജയിക്കാനാവില്ല എന്ന് CPM-ന് അറിയാം. അപ്പോൾ ആ തരത്തിൽ ന്യൂനപക്ഷ വോട്ട് കൂടി അവിടെ കിട്ടും എന്നുള്ളതാണ് CPM-നെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ. മറുവശത്താകട്ടെ അങ്ങനെ വരുമ്പോൾ അപ്പുറത്ത് മറ്റ് വോട്ടുകൾ ഏകീകരിക്കപ്പെടും. ഹിന്ദു വോട്ടും പ്ലസ് ക്രിസ്ത്യൻ വോട്ടും ഏകീകരിക്കപ്പെടും. ഈ ഹമാസ് പരാമർശം തന്നെ മതി. അപ്പുറത്ത് ഇസ്രയേൽ അനുകൂല നിലപാടെടുക്കുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിന് ആ കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും. അങ്ങനെ ഒരു ഐക്യപ്പെടൽ അവിടെ ഉണ്ടാകും. 60% വോട്ട് അങ്ങനെ ഒരുമിപ്പിക്കാനാകുമെന്ന് UDF-ഉം കരുതുകയാണ്. ഏതായാലും ഒരു നല്ല പോരാട്ടം ഇരുകൂട്ടരും തമ്മിൽ നടത്തും എന്നുള്ളതാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നാട്ടുകാരനാണ്, നിലമ്പൂരുകാരനാണ് എന്ന് പറയുമെങ്കിലും സ്വരാജിന് നിലമ്പൂരിൽ സ്ഥിരമായി തുടരുന്നൊരു നേതാവല്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വീട് അവിടെയാണെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പോത്തുകല്ലാണല്ലോ. അപ്പോൾ അതിൽ പ്രതിപക്ഷം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കവളപ്പാറ ഉരുൾപൊട്ടലുണ്ടായി, പോത്തുകളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് നേതാവ് അവിടേക്ക് വന്നിട്ടില്ല എന്നൊരു കാര്യം അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെയാണ് നാടുമായി ബന്ധപ്പെട്ട് അതിൽ പറയുന്നത്. പാർട്ടി നേരത്തെ പറഞ്ഞ പോലെ ശരിയാണ്, കേഡർ വോട്ട് അത് ഒരുമിച്ച് പാർട്ടി സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ അത് കേഡർ വോട്ട് ഒരുമിച്ച് തന്നെ വരും എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു പോത്തുകൾ അവിടെയൊക്കെ CPI വളരെ ആക്റ്റീവ് ആയിരുന്നു. അൻവറിന്റെ പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരത്തല്ലേ പ്രവർത്തിക്കുന്നത്. റെസിഡന്റ് എഡിറ്ററുമാണ്. അതെ, അതല്ല പറയുന്നത്. നേതാവ് ആ നാട്ടുകാരൻ എന്ന് പറയുമ്പോൾ നാട്ടുകാരൻ ആ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നുള്ളത് അത് അവരുടെ വാദമാണെന്നേ, അപ്പുറത്ത് വരുന്ന ഒരു വാദമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയുന്നു. പക്ഷേ സ്വരാജും അപ്പുറത്ത് ഈ പറയുന്ന ആര്യടൻ ഷൗക്കത്ത് എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളും ആ നിലയ്ക്ക് രണ്ടുപേരും ശക്തരാണ് ആ രൂപത്തിൽ നോക്കുമ്പോൾ. അപ്പോൾ അൻവർ എന്ന ഘടകം വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ മാറി മറിയാൻ പോകുന്നത്. Meet the editors.